ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഷെഫ് സുരേഷ് പിള്ളച്ചേട്ടൻ്റെ സിഗ്നേച്ചർ റെസിപ്പി ആയിട്ടുള്ള ഫിഷ് നിർവാണയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാനിത് ചെയ്യാനായിട്ടുണ്ടായ കാരണം നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ഷെഫ് സുരേഷ് പിള്ളച്ചേട്ടൻ്റെ നിർവാണ ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ട് തൃശ്ശൂർ യുണൈറ്റഡ് കോക്കനട്ട് റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുറമെയൊക്കെ നിർവാണ ട്രൈ ചെയ്യുമ്പോൾ നല്ലൊരു റേറ്റ് കൊടുക്കണം അല്ലേ. അതിപ്പോൾ നിർവാണ എന്ന് മാത്രമല്ല, നമ്മൾ ചില ഫുഡുകളൊക്കെ നല്ലൊരു റേറ്റാണ് ഉണ്ടാവുക പുറമെ ട്രൈ ചെയ്യണമെങ്കിൽ. അപ്പോൾ എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ പുറമെയൊക്കെ ഫുഡ് ട്രൈ ചെയ്യാനും അത് നിങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ അതിന് സാധിക്കാത്തത് കൊണ്ട് ഞാനിപ്പോൾ എന്നെപ്പോലെ പലരും ഉണ്ടാവും ഇതേപോലെ ഓരോ സാധനങ്ങളും നമുക്ക് ട്രൈ ചെയ്യാൻ പുറമെ പോയി ട്രൈ ചെയ്യാൻ പറ്റാണ്ടുള്ളവരുണ്ടാവും. അപ്പോൾ അവർക്കും കൂടി ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുണ്ടായത്. അപ്പോഴാണ് എനിക്ക് നിർവാണയുടെ ചെയ്യാം എന്നുള്ളൊരു ഇത് വന്നത്. അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പർ കാരണമാണ് ഞാനിപ്പോൾ ഈ നിർവാണ വീട്ടിൽ തന്നെ ട്രൈ ചെയ്യണത്. അപ്പോൾ അതോടൊപ്പം തന്നെ എന്നോട് ക്ഷമിക്കണം, എനിക്ക് പുറമെ പോയി ഇത്രയും റേറ്റിൻ്റെ സാധനങ്ങൾ ട്രൈ ചെയ്യാനായിട്ട് പറ്റാത്തത് കൊണ്ടാണ്. അതൊന്ന് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പുറമെ ഫുഡൊക്കെ ട്രൈ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഫിഷ് നിർവാണ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫിഷ് ആദ്യം തന്നെ ഒന്ന് പേസ്റ്റ് ചെയ്ത് വെക്കണം. കുറച്ച് മസാലകളൊക്കെ ചേർത്ത് ഒന്ന് പേസ്റ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 3/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ എത്ര മീനാണോ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ ഒരു 1/2 മുറി ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ജ്യൂസ് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ മസാലകളൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നമുക്കിത് പേസ്റ്റ് പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളം അധികം ആവാൻ പാടില്ല, കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ മസാലയുടെ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഉപ്പോ ചെറുനാരങ്ങയുടെ നീരോ മുളക് പൊടിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഇതുപോലെ ഒരു മീനാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മസാല ഈ മീനിലേക്ക് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഫിഷ് നിർവാണ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇന്ന മീനൊന്നും ഇല്ല, ഏത് മീൻ വേണമെങ്കിലും വെച്ചിട്ട് നമുക്ക് ഫിഷ് നിർവാണ ഉണ്ടാക്കാം. കരിമീനോ നെയ്മീനോ ആവോലി അയില ഏത് മീൻ വെച്ചിട്ടും നമുക്ക് ഫിഷ് നിർവാണ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പം ഞാനിപ്പോൾ മീനിൽ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോഴാണ് ഈ മീനിൽ ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടുള്ളൂ. അപ്പോൾ 1/2 മണിക്കൂറിന് ശേഷം നമുക്കിത് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ മതി, നമ്മൾ ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. വല്ലാണ്ട് ഡീപ്പ് ഫ്രൈ ആയിട്ടൊന്നും ഫിഷ് നിർവാണയ്ക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മീൻ പൊള്ളിച്ചതാണ് ഇത്. ഇതിലധികം ഓയിലോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാവും. മീനിൻ്റെ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റായിട്ടും ജസ്റ്റ് പുറമെ ഒന്ന്
ഒത്തിരി ഫ്രൈ ആയിട്ടുമാണ് ഉണ്ടാവുക. അപ്പം ഞാൻ മീൻ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ആയി വരുമ്പോൾ ഇതിൽ ഓയിൽ കുറവുണ്ടെങ്കിൽ 1-2 ഡ്രോപ്പൊക്കെ ഒന്ന് വെറുതെ ഒഴിച്ചു കൊടുത്താൽ മതി. അധികം ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മീനിൻ്റെ ഒരു ഭാഗം ഗ്രില്ലായി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അടുത്ത ഭാഗവും ഒന്ന് ഗ്രില്ലായി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയ്ക്കേ വേണ്ടോ, നമുക്ക് അധികം ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഗ്രില്ലായിട്ട് എടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ മീനിൻ്റെ 2 സൈഡും ഗ്രില്ലായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് അടുപ്പത്തുനിന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു വാഴയില വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ കുറച്ച് ഓയിലൊന്ന് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇനിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട്. ഇതിലേക്ക് നമ്മൾ ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് പതുക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ ഒരു 1/2 കപ്പ് കട്ടി തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങയെന്ന് എടുത്തിട്ടുള്ളതാണ്. കട്ടി തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അത് ഈ മീനിൻ്റെ ചുറ്റുമായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് വേണം ഇനി മീനൊന്ന് വെന്ത് കിട്ടാനായിട്ട്. ഇനി ഈ തേങ്ങാപ്പാലിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി കൊത്തി എരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, ഈ തേങ്ങാപ്പാലിലേക്കുള്ള ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ തേങ്ങാപ്പാലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മീനിലൊക്കെ ഇപ്പോൾ നമുക്ക് ഉപ്പും എരിവൊക്കെ ഉണ്ട്. ഈ തേങ്ങാപ്പാലിലേക്ക് മാത്രമുള്ള സാധനങ്ങളാണ് ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പില ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് ഞെരടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒന്ന് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോരോ താല്പര്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇത് വലിയ എരിവൊന്നും ഉണ്ടാവില്ല, ചെറുതായിട്ട് ഉള്ള എരിവുള്ളൂ. പിന്നെ ഞാനൊരു നുള്ള് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ തേങ്ങാപ്പാലിൽ കിടന്ന് ഈ മീനൊന്ന് നന്നായിട്ട് വെന്ത് വരണം. അധികം ടൈമൊന്നും എടുക്കില്ല. ഒരു 6-7 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മീൻ വെന്ത് കിട്ടും. അതുപോലെ തന്നെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരും. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഈ തേങ്ങാപ്പാലൊന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ തേങ്ങാപ്പാലിൽ കിടന്ന് ഈ മീൻ വേവുമ്പോൾ നല്ലൊരു വാസനയാണ് വരുന്നത്. ആ കരിവേപ്പിലയുടെയും ഇഞ്ചിയുടെയും ഒക്കെ നല്ലൊരു ഫ്ലേവറാണ് വരുന്നത്. അപ്പോൾ ചട്ടി കരിയാണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ ചട്ടി കരിയണ ഒരു ടൈപ്പാണെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയിലോ ഒക്കെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളിലൊക്കെ നമുക്കിത് ചെയ്യാവുന്നതാണ്. വാഴയിലയിൽ ചെയ്താലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ആ വാഴയിലയുടെ ഫ്ലേവറും കൂടി ആവുമ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് നമ്മൾ ഷാലോ ഫ്രൈ അല്ലെങ്കിൽ ഗ്രില്ലായിട്ട് ചെയ്യണത് കൊണ്ട് ചിലവർക്ക് അത്ര താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മീനിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് കിട്ടണ ഒരു പൊള്ളിച്ചതാണിത്. നമ്മളിൽ കൂടുതൽ പേർക്കും ഫിഷൊക്കെ നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക. പക്ഷേ ഇതുപോലെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഫിഷിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാണ്ട് തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള മീൻ പൊള്ളിച്ചത് തന്നെ കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഫിഷ് നിർവാണ ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ടൊക്കെ ഒന്ന് പറയണം കേട്ടോ. ഇപ്പോൾ ഒരു 7 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മീനിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. വേറൊരു ടെക്സ്ചറായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ നിർവാണ. അപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണല്ലേ. അതുപോലെ തന്നെയാണ് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ സുരേഷ് പിള്ളച്ചേട്ടന് ഒരു ബിഗ് സല്യൂട്ട് തരികയാണ്. ഇതുപോലെ ഒരു റെസിപ്പി നമുക്കെല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നതിന്. അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ടും ആ മീനിൻ്റെ ടെക്സ്ചറൊന്നും പോവാണ്ട് ഒരു
മീൻ പൊള്ളിച്ചത് കഴിക്കാനായിട്ട് പറ്റിയല്ലോ. അപ്പോൾ ഇതുപോലെ ഇഷ്ടപ്പെടുന്ന പലരും ഉണ്ട്, ഇതുപോലെ കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവർ. പക്ഷെ ചിലവർക്കൊക്കെ നല്ല ഡീപ്പ് ഫ്രൈ ചെയ്ത ഫിഷ് നമ്മളങ്ങനെ ശീലിച്ച് പോകുന്നത് കൊണ്ട് അതായിരിക്കും കൂടുതൽ ഇഷ്ടമുള്ളത്. പക്ഷേ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള വേർഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ട്രൈ ചെയ്താൽ മതി. നല്ല തേങ്ങാപ്പാലിൻ്റെയും നാടൻ കറിവേപ്പിലയുടെയൊക്കെ ആ ഒരു ഇതിൽ നമുക്ക് കിട്ടും ചെയ്യും. എന്നാൽ ഗ്രില്ല് ചെയ്ത ഒരു ഇത് കിട്ടണമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫിഷ് നിർവാണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.